വിജേട്ടാ നമസ്കാരം. നമസ്കാരം. വിജേട്ടാ, ഖമേനിയുടെ ശവസംസ്കാരം നടക്കുകയാണ്. പക്ഷെ ഖമേനിയുടെ ശവസംസ്കാരം നടക്കുമ്പോഴും ഒരു ഭാഗത്ത് ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് മൂന്നാമത്തെ കപ്പലിനെയാണ് ഇറാൻ ആക്രമിക്കുന്നത്, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന. നമുക്കറിയാം, താങ്കൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു യുദ്ധം ഇങ്ങനെയൊന്നും തീരില്ല, നമ്മൾ അവസാനം യുദ്ധം തീർന്നു, സമാധാന കരാർ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഒപ്പിടുന്നു എന്ന വാർത്ത എടുത്തപ്പോഴും നമ്മൾ ആ വാർത്തയ്ക്ക് കൊടുത്തിരുന്ന ടൈറ്റിൽ അല്ലെങ്കിൽ തമ്പിൽ കൊടുത്തിരുന്ന വാചകം ഒരൊറ്റ വാചകമാണ് കൊടുത്തില്ല, തുടരും എന്നാണ് കൊടുത്തിരുന്നത്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ അറമ്പറ്റി എന്ന് വേണം എനിക്ക് പറയാം. ഇപ്പോ റിപ്പോർട്ട്സ് പുറത്തു വന്നത് ഇറാൻ വാർ ലൈവ് അപ്ഡേറ്റ്സിൽ ഇറാൻ ക്ലെയിം സ്ട്രൈക്സ് ഓൺ 85 US മിലിറ്ററി സൈറ്റ്സ് ഇൻ ബഹ്റൈൻ, കുവൈറ്റ് ആസ് സീസ്ഫയർ ആൻഡ് റൈവ്സ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ടെഹ്റാൻ ടാർഗറ്റ്സ് ബഹ്റൈൻ ആൻഡ് കുവൈറ്റ് ആഫ്റ്റർ US strikes and limits Iran oil sales over ship attacks. Bahrain sounded its missile alerts Iran for a second time Wednesday after Iran claimed attacks targeting the island kingdom over earlier US airstrikes on the Islamic Republic എന്നുള്ള വാർത്തകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മൂന്നാമത്തെ കപ്പലിനെയാണ് ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്നത് ഇറാൻ ആക്രമിക്കുന്നത്. ഒരു ഭാഗത്ത് ശവസംസ്കാരം നടക്കുകയാണ്, അപ്പോഴും ഖത്തറിന്റെ ടാങ്കറായിട്ടുള്ള അൽ റക്കിയാത്തിനെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒമാൻ കപ്പലിന് ഇവർ തീയിട്ടിരുന്നു. അപ്പൊ ഇത് അമേരിക്കയ്ക്ക് പിടിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നമുക്കറിയാം നെഗോഷിയേഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി. ബന്ദർ അബ്ബാസ് തുറമുഖത്തിലടക്കം അമേരിക്ക ബോംബുകൾ വർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അസ്വീകാര്യമാണ് എന്നാണ് അമേരിക്ക പറഞ്ഞത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് നേരെയും ആക്രമണം നടന്നതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡന്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും പ്രസ് ടിവിയും റിപ്പോർട്ടുകൾ പ്രകാരം തെക്കൻ ഇറാനിയൻ തുറമുഖ നഗരമായ സിറിക്കിലും തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിനും ഭയാനകരമായ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടിട്ടുണ്ട്. തെക്കൻ തുറമുഖ നഗരമായിട്ടുള്ള സിറിക്കിൽ കുറഞ്ഞത് 7 വലിയ സ്ഫോടനങ്ങൾ നടന്നു. 6 പ്രൊജക്ടൈലുകൾ സിറിക്കിലെ തെഹയൂരി പ്രിയർ പ്രദേശത്ത് ഇറങ്ങി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾ സുരക്ഷിതമായിരിക്കണം, ഇല്ലെങ്കിൽ ആക്രമണം അതികഠിനമായിരിക്കും, യുദ്ധം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇറാനും ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബഹ്റിനിലടക്കം കനത്ത ഡ്രോൺ ആക്രമണം, 80 സൈറ്റുകളിലാണ് ഇവർ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇറാനിൽ വാർത്തകൾ പുറത്തു വരുന്നു. അതായത് US നടത്തിയത് 80 സ്ഥലത്ത് ഇവിടെ. അതുപോലെ തന്നെ, അതായത് അടിക്ക് തിരിച്ചടി, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്നത് പോലെ ഞങ്ങളും 80 സ്ഥലം തന്നെ ലക്ഷ്യമിടുമെന്ന് പറഞ്ഞാണ് ഇവർ ഡ്രോൺ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ മുൾമുനയിലാണ്. കുവൈറ്റിൽ ഡ്രോൺ ആക്രമണം, ബഹ്റിനിൽ സൈറനുകൾ മുഴങ്ങിയിരിക്കുകയാണ്. ഇനി സൗദിക്ക് നേരെയും UAEക്ക് നേരെയും ഇവർ ആക്രമിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഈ ഖമേനിയെ പൂർണ്ണമായും സംസ്കരിച്ച്, അതായത് 4 എല്ലും 5 പല്ലും മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു തലപ്പാവും ഉണ്ട്, ഇത് മുഴുവനായിട്ടും സംസ്കരിച്ച് കഴിഞ്ഞ ശേഷം ഇവരപ്പോ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള യുദ്ധത്തിലേക്ക് വീണ്ടും ഇറങ്ങില്ലേ? അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാകില്ലേ എന്നുള്ളതാണ് എന്റെ അല്ല, ഇത് നമ്മുടെ ഇന്ത്യ നോക്കിയാൽ മതി, ഇന്ത്യയുടെ ചെയ്തികൾ നോക്കിയാൽ മതി. ഇന്ത്യ ഇപ്പൊ നരേന്ദ്രമോദി പാചകവാതകം ശേഖരിക്കാനുള്ള 3 വലിയ എന്താ പറയാ സംഭരണികൾ ഇറക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പൊ ആ വാർത്ത ഇന്ന് രാവിലെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, എന്താണ് പെട്ടെന്ന് ഒരു 3 സംഭരണികൾ പെട്ടെന്ന് ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച അപ്പൊ തന്നെ വീണ്ടും അടി തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് ഇത് മനസ്സിലാവൂല. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാവാൻ പോകുന്നത്? ഇതിനൊരു അന്ത്യമില്ലേ? ഡൊണാൾഡ് ട്രംപ് ഇതിനൊരു അന്ത്യം കുറിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഇതിനോടൊപ്പം തന്നെ വലിയൊരു വാർത്തകൾ വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഒരു ബോയിങ് വിമാനം കാണാതെ പോയി. അതും കൂടെ ഇതിനോട് ഒപ്പം വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെ. ഇന്നലെ ഇറാന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആ വാർത്തയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ചർച്ചയിൽ, 48 മണിക്കൂർ, ആ 48 മണിക്കൂറിനകം പണി നടക്കും എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും കാണാവുന്നതാണ്. ഇന്നലെ ഇട്ടിരുന്ന വാർത്തയാണ്. ലിങ്ക് കാണും, നമ്മുടെ പേജിലോട്ട് താഴോട്ട് പോയി ഇന്നലെ ഇട്ട വാർത്ത. 48 മണിക്കൂറേ പറഞ്ഞുള്ളൂ. അത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അടി വന്നു. കാരണം അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതിപ്പോ നമുക്ക് ഇറാന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. കാരണം ഇതിനകത്ത് ഈ ഹോർമുസ് ഇവർക്ക് കൈവെക്കണം എന്നുള്ളതാണ് കാരണം ഹോർമുസ് കൊണ്ട് നേട്ടം, സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പിന്നെ ഇതൊരു പിടി അവരുടെ കയ്യിലുണ്ടാകും ഈ ഹോർമുസിൽ. കാരണം ലോകത്തിലെ തന്നെ 5-1 എണ്ണ പിന്നെ കൊണ്ടുപോകുന്ന ഒരു ഇടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഇത് വേണം. പക്ഷെ ഈ വെടിനിർത്തലിന് ശേഷം ഈ ഹോർമുസില് വേറൊരു പാത, ഒരു കപ്പൽച്ചാല് സ്റ്റാർട്ട് ചെയ്തു. അത് ഒമാന്റെയും കൂടെ ഒക്കെ ഒരു അനുഗ്രഹാശസ്സുകളോടെയാണ് അത് ചെയ്തത്. നമ്മൾ മുൻപ് വാർത്ത കൊടുത്തിരുന്നു, ഇന്ത്യയുമായിട്ടൊക്കെ ചേർന്ന് ഒമാൻ അതുവഴി ഒരു കപ്പൽച്ചാലിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതുവഴി വരുന്ന കപ്പലുകളെയാണ് ആക്രമിക്കുന്നത്. ഇപ്പോൾ ഖത്തറിന്റെ എണ്ണ ടാങ്കറിനെ അടിച്ചു, സൗദിയുടെ എണ്ണ ടാങ്കറിനെ ഇവർ അടിച്ചിട്ടുണ്ട്.
ഉം. സ്വാഭാവികമായി തന്നെ ഈ GCC രാജ്യങ്ങളുടെ രക്ഷകൻ ഇല്ലെങ്കിൽ അവരുടെ കപ്പം മേടിച്ച് അവർക്ക് സുരക്ഷ ഒരുക്കുന്ന രാജ്യമാണ് അമേരിക്ക. സ്വാഭാവികമായി തന്നെ അത്തരം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ എണ്ണക്കപ്പലിന് ആക്രമണം നടന്നു. അതിനുശേഷം പല എണ്ണക്കപ്പലിന് നേർക്ക് ആക്രമണം നടന്നെങ്കിലും അമേരിക്ക ഇത്ര ചടുലമായിട്ട് ഇറങ്ങി പ്രതികരിച്ചൊന്നുമില്ല. കാരണം അവരുമായിട്ട് നമുക്ക് അങ്ങനെ വലിയൊരു ബന്ധമൊന്നുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. GCC രാജ്യങ്ങളുടെ എണ്ണ ടാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യം തന്നെയാണ്. കാരണം അമേരിക്കയുടെ നോൺ നാറ്റോ അലയൻസ് ആണ് ഈ പറയുന്ന GCC രാജ്യങ്ങൾ. സ്വാഭാവികമാണ് അവർ ഇറങ്ങും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇനി വേറെ ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും ഇവർ ഇടപെടത്തില്ലായിരുന്നു. അവർ പറയും ഇറാൻ അടിച്ചു മറ്റേ അടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവരുടെ സൗദി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എണ്ണ ടാങ്കറും പിന്നെ ഖത്തറിന്റെ എണ്ണ ടാങ്കറും അടിച്ചു. അപ്പൊ സ്വാഭാവികമായി ഇതിന് പ്രതികാരമുണ്ടായി. ഏതാണ്ട് 80-ലധികം സ്ഥലങ്ങളിൽ അത് 4-5 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള അടിയായിരുന്നു എന്നാണ് അമേരിക്ക സ്ഥിരീകരിക്കുന്നത്. അതായത് ഞങ്ങൾ മുൻകാലങ്ങളിൽ അടിച്ചതിനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള അടിയാണെന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നാളെ നമ്മുടെ ശ്രീ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കബറടക്കം നാളെ നടക്കുകയാണ്. ഇപ്പോൾ അവിടെ അതിന്റെ ഒരു വലിയ അലയൊലികൾ നടന്നിരിക്കുകയാണ്. അതായത് മുൻപ് അമേരിക്കയെ ആക്രമിച്ച ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇറാനിലുള്ളത്. ഇറാൻ ജനത ഒറ്റക്കെട്ടായിട്ട് അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം വരുന്നു. ജനം തിരിയുന്ന ജനം സൈന്യത്തിനും ഭരണകൂടത്തിനും നൽകുന്ന ഈ അകമഴിഞ്ഞ പിന്തുണ ഒരു ആവേശമായി മാറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സ്വാഭാവികമല്ലേ? ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ജനം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അടിക്ക്, ഞങ്ങൾ ബാക്കി എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾക്ക് അടിച്ചേ പറ്റൂ എന്ന് കൊടുക്കുമ്പോൾ അത് ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് അത് സ്വാധീനം ചെലുത്തും. സൈനികപരമായിട്ട് ചെലുത്താൻ കഴിയില്ല, കാരണം ജനം പറയുന്നതൊക്കെ അടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത് രാഷ്ട്രീയപരമായിട്ട് സ്വാധീനം ചെലുത്തും. അത് ഈ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഊർജം, IRGS കൊടുക്കുന്ന ഒരു ഊർജം ചെറുതല്ല. അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ ധനുഷ് പറഞ്ഞത്. ഖത്തറിൽ അവർ 80 ഇടങ്ങളിൽ അടിച്ചു എന്നാണ്. ഖത്തറിലല്ല, ആ GCCയിൽ അവർ 80 ഇടങ്ങളിലേക്ക് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇപ്പോൾ അവരുടെ ഒരു പിന്നെ അവരുടെ തലവൻ ഖമേനിയുടെ ശവസംസ്കാരം നാളെ നടക്കുകയാണ്. അതിനിടയിലാണ് അവർ ഈ 80 സ്ഥലങ്ങളിൽ അടിച്ചിരിക്കുന്നത്. അപ്പൊ ധനുഷ് പറഞ്ഞത് കണക്ക് ചിലപ്പോൾ ഈ ശവസംസ്കാരം ഇനി നാളത്തെ ശവസംസ്കാര ചടങ്ങ് വലിയ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നാളെ പങ്കെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതാണ് കണ്ടീഷനെങ്കിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് പറഞ്ഞു നിന്നെയൊക്കെ ഒരു കൊടക്കീഴിൽ എനിക്ക് കിട്ടും, ഒരൊറ്റ വെടിയുടെ കാര്യമേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്യണതിന് തീർത്ത് കളയാൻ പറ്റും, കാരണം ഈ ഖമേനിയുടെ കബറടക്കത്തിന് എല്ലാവരും വരുമല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതാണ്. ഇതെല്ലാം കേട്ടോണ്ട് ഇതിന്റെ ഇടയ്ക്കൊരുത്ത് നിപ്പുണ്ട്. അതാണ് പ്രശ്നം ഇസ്രയേല്. കാരണം ഈ ഒരു ഗ്യാപ്പില് പുള്ളി കയറി ഗോൾ അടിച്ചിട്ട് പോകും. ട്രംപൊക്കെ ഉറക്കപ്പിച്ച് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഇവിടെ പണി നടന്നിട്ട് പുള്ളി പോയിക്കളയും. അതുകൊണ്ടൊരു ഭയമുണ്ട്. നാളെ മിക്കവാറും ഇവരുടെ എണ്ണം പറഞ്ഞ നേതാക്കളൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ പറഞ്ഞ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നാളത്തെ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് ധനുഷ്. മുമ്പ് നമ്മുടെ നിതിൻ ഗഡ്കരി പെഷസ്കിയാന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അന്നാണ് ഈ ഹമാസിന്റെ നേതാവ് പങ്കെടുക്കുമോ? ഇപ്പൊ യുദ്ധം വീണ്ടും കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോ അവസാന നിമിഷത്തിൽ, കാരണം ഈ ഡിപ്ലോമാറ്റുകളുടെ പിന്നെ വിമാനങ്ങളൊന്നും സാധാരണഗതിയിൽ ആക്രമിക്കാൻ സാധ്യതയില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ഒരു യുദ്ധഭൂമിയിലേക്ക് ആരെ അങ്ങനെ പറഞ്ഞ് വിടുന്ന ഒരു പരിപാടിയും ഇല്ല. കാരണം അതിപ്പോ ഇറാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കാം. അപ്പൊ അവർ പറയുമായിരിക്കും ഞങ്ങളുടെ വ്യോമപാതകളൊക്കെ ഞങ്ങൾ അടയ്ക്കാൻ പോവുകയാണ്. ഇതാണ് കാരണം സാധാരണഗതിയിൽ ഈ ഭരണത്തലവന്മാരെ ഇതൊന്നും അറ്റാക്ക് ചെയ്യാറില്ല സാധാരണഗതിയിൽ. പിന്നെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്ത ചരിത്രവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പറയാൻ കഴിയില്ല. അപ്പൊ ഏതായാലും അതൊരു വലിയ സിറ്റുവേഷനിലേക്ക് നിൽക്കുന്നു. ഇതിനിടയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഒരു ബോയിങ് വിമാനം, ഒരു ചരക്ക് വിമാനം കാണാതായിരിക്കുന്നു. അതായത് വിമാനം അടുത്തെത്തിയിട്ട് ടെർമിനലുമായിട്ടുള്ള ബന്ധം അതിന് നഷ്ടപ്പെടുകയായിരുന്നു. ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇനി ഏതെങ്കിലും രാജ്യം വല്ല ഈ സിഗ്നൽ കട്ട് ചെയ്യുന്ന ഹൈജാക്കിംഗ് സിസ്റ്റം വല്ലതും പരീക്ഷിച്ചതാണോ എന്നും അറിയത്തില്ല. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഇവന്മാർ കടലിലാകെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, കടലിലെങ്ങും വീണിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. ഏതായാലും അതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനെ നമ്പരുതെന്ന് ട്രംപിന് വീണ്ടും ഉപദേശം അവരുടെ സെനറ്റർമാർ കൊടുത്തത്. കാരണം പാകിസ്ഥാൻ അവിടെ പോയി പൊട്ടിക്കരയും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടെ ഖമേനിയുടെ ശവസംസ്കാരം നടക്കുന്നിടത്ത് പോയിട്ട്. അപ്പൊ പറഞ്ഞു ഇവനെ നമ്പരെ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഡബിൾ ഗെയിം കളിക്കുന്ന ടീമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഗൾഫിലെ യുദ്ധം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ ഇത് പിന്നെ ഇപ്പൊ ഒന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ രണ്ടുപേരും അങ്ങോട്ട് ചെയ്തിട്ട് നിർത്തുകയല്ല, ഇത് തുടരുക തന്നെ ചെയ്യും. നമ്മൾ അന്ന് തന്നെ എല്ലാവരും യുദ്ധം അവസാനിച്ചു തലക്കെട്ട് കൊടുത്തപ്പോൾ നമ്മൾ മാത്രമേ ആയിരുന്നു തുടരുമെന്ന് പറഞ്ഞ് തലക്കെട്ട് കൊടുത്തത്. ഇന്നലത്തെ ഇതിൽ നമ്മൾ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു 48 മണിക്കൂർ അതിനുള്ളിൽ പണി നടക്കുമെന്ന്. നടന്നു.